ഒരു ഐറ്റം വെച്ചിട്ടുള്ള അടിപൊളി മെഴുക്ക് പുരട്ടി ആട്ടോ തയ്യാറാക്കിയെടുക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. ഇതെന്താ മനസ്സിലായോ? നമ്മുടെ ഇവിടേക്ക് ഇതിന് കടച്ചക്ക എന്ന് പറയും, ചില സ്ഥലത്ത് ശീമച്ചക്ക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ എന്താ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയും മുകളിലുള്ള ആ ഒരു സംഭവവും അതിൻ്റെ ആ ഒരു കറിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതുപോലെ മൺചട്ടിയിലിട്ടിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത്. ഇതിന് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലിട്ടിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേവായി കിട്ടും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് വെന്ത് വന്നതിന് ശേഷം ഒന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന ഒരു സമയം നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം. ഒരു 8 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നിങ്ങനെ ചതച്ചെടുക്കണം. ഇതുപോലെ ചതച്ചെടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു കടച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 2 എണ്ണമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയുള്ളിയുടെ അളവൊന്ന് കൂട്ടിയെടുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടച്ചക്കൻ്റെ ഇത് കുക്കായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. കുറച്ചൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. ഇത് നന്നായിട്ടൊന്ന് ഇപ്പോൾ ഏകദേശം കണ്ടിട്ട് കുക്കായ പോലെയാണ്. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് വേറൊരു ചെറിയൊരു പാൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ എന്നത് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണ് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഉള്ളികളുണ്ടല്ലോ, അത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഉള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന സമയത്ത് ഒരു 3 വറ്റൽമുളകും എടുത്തിട്ട് അതും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ ചതച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വറ്റൽമുളക് ക്രഷ് കേട്ടോ, അതൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അതുകൂടെ ചേർത്തതിന് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ, അത് രണ്ടും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു നമ്മുടെ മെഴുക്ക് പുരട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്കയുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം മതി നമുക്കൊന്ന്, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാനോ അല്ലെങ്കിൽ ചോറ് കഴിക്കാനോ ഒക്കെ ഇത് മാത്രം മതിയിട്ട് അത്രക്കും ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്